ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു DIYയുമായാണ്. അതിനു മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ മൊബൈൽ പൗച്ച് എങ്ങനെ വേസ്റ്റ് തുണിയിൽ നിന്നും നിങ്ങൾക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വെറും 2 സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ മൊബൈൽ പൗച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന തുണിയാണിത്. ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ രണ്ടിൻ്റെയും വീതി 5 ഇഞ്ചാണ്. നീളം ഒന്നിൻ്റെ 16 ഇഞ്ചും മറ്റേതിൻ്റെ 14 ഇഞ്ചുമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സഞ്ചി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നീളത്തിൻ്റെ പകുതി മതി. വീതി 5 ഇഞ്ചും നീളം 8 ഇഞ്ചും ഒരെണ്ണം എടുത്തു. മറ്റേത് നീളം 7 ഇഞ്ചും 5 ഇഞ്ച് വീതിയുമുള്ള മറ്റ് 2 സഞ്ചിയുടെ തുണികളും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ നീളമുള്ള തുണിയുടെ നടുവിൽ ഞാൻ ഇതുപോലെ ഈ തുണി വെച്ച് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ ഓരോ ഇഞ്ച് വരുന്നിടത്ത് ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ താഴെ ഭാഗവും ഓരോ ഇഞ്ച് വരുന്നിടത്ത് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ തുണി എടുത്ത് ചെയ്യാവുന്നതുമാണ്. ഇനി ഈ മാർക്കുകളെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇനി ഈ മാർക്കിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 17 ഇഞ്ച് നീളമുള്ള തുണിയുടെ നടുക്കും ഇതുപോലെ തന്നെ ഇത് വെച്ച് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ അളവ് മാർക്ക് ചെയ്യാം. ഈ തുണിയിലും അതുപോലെ തന്നെ ഓരോ ഇഞ്ച് 2 സൈഡിലും മാർക്ക് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ സ്കെയിൽ വെച്ച് ഇങ്ങനെ ചെരിച്ച് 1 ഇഞ്ച് ഗ്യാപ്പിൽ തിരിച്ചും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെയും 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
രണ്ടിനെയും ഇതുപോലെ ചെരിച്ച് ഇതുപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലൊരു ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി 3 ഇഞ്ച് വീതിയിലുള്ള ഇതുപോലുള്ള മാച്ച് ചെയ്യുന്നൊരു കളർ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അതിനുശേഷം ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ചുറ്റും 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ വശത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കുടുക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മൊബൈൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ചിലവരുടെ മൊബൈൽ ചെറുതായിരിക്കും. അപ്പം ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ് കുറച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്താൽ മതി. എൻ്റെ മൊബൈൽ വെച്ച് കൊടുത്തിട്ട് എനിക്കൊരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ കുറച്ച് വലിയൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഇതിൻ്റെ മുകൾ വശത്ത് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൊബൈൽ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രസ് ബട്ടൺ ഇതുപോലെ ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുത്ത് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്ച്ചു കൊടുക്കാം. ഞാനൊരു സിമ്പിളായ മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മൊബൈലൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കിയ ഈ മൊബൈൽ പൗച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതുപോലൊരു മൊബൈൽ പൗച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ പൗച്ചാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്